സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരം വിജയിച്ച് ക്വാളിഫയറിൽ മോഹൻ ബഗാനെ കാത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റാല അദ്ദേഹം ഏത് രീതിയിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇറക്കുന്നത്, ലൈനപ്പ്, ഫോർമേഷൻ, ഗെയിംസിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണാനിരിക്കുന്നതിൻ്റെ ഒരു ഫ്രഷ്നെസ് ആ ഒരു മാച്ചിനുണ്ടായിരുന്നു. ആ ഒരു മാച്ചിന് ശേഷം നമ്മൾ പറഞ്ഞൊരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ്, പക്ഷേ കുറച്ച് ലൂപ്പ് ഹോൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത്. സോ നമ്മൾ രണ്ടാമത് ഒന്നുകൂടി ഒരു മാച്ച് കണ്ടതിന് ശേഷം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അതിലേക്ക് വരുമ്പോൾ മാച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടാതിരുന്ന ഒരു കാര്യമാണ് വിപിൻ്റെ റോള് ശരിക്കും ആ ഒരു ഗെയിം സ്റ്റൈലിൽ എന്തായിരുന്നു എന്നുള്ളത്. അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ റോള്, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ഒരു ഡ്യൂട്ടിയിൽ നമ്മൾ സാധാരണ വിപിനെ കാണുന്ന ഒരു പൊസിഷനിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ ഒന്നും അല്ല കഴിഞ്ഞ മാച്ചിൽ കൂടുതലും വിപിനെ കണ്ടിട്ടുള്ളത്. സോ വിപിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് വരാണെങ്കിൽ നമ്മൾ ആ ഒരു മാച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഓഫ് ദ ബോളിൽ പന്ത് ഇല്ലാത്ത സമയത്ത് പല സമയത്തും കുറച്ചുകൂടി സെൻട്രലി വിപിനും ദാനിഷും ഒരുമിച്ച് നിന്നിട്ട് നമ്മുടെ ഹേസൂസിന് പിറകിലായിട്ട് സെൻട്രലി ഇവരെ കാണാറുണ്ട്. എന്നാൽ വിത്ത് ദ ബോൾ പന്ത് ബ്ലാസ്റ്റേഴ്സിന്റെ കൈവശം വെക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ ഒരു ലെഫ്റ്റ് വിങ്ങറുടെ പൊസിഷനിലാണ് വിപിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു വിങ്ങർ കളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഐമൻ കളിക്കുന്നത് പോലെയോ നോവ കളിക്കുന്നത് പോലെയോ ആ വിങ്ങിൽ ഓവർലാപ്പ് ചെയ്യുക, വിങ്ങിൽ ക്രോസ് കൊടുക്കുക, ആ ഒരു പരിപാടിയല്ല വിത്ത് ദ ബോൾ വിപിൻ ചെയ്തുകൊണ്ടിരുന്നത്. വിത്ത് ദ ബോൾ കളിക്കുമ്പോഴും വിത്ത് ദ ബോൾ പന്തുമായിട്ട് സെൻട്രലിലേക്ക് വരാനും സെൻട്രലിലൂടെ മുന്നോട്ട് പോകാനൊക്കെയാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് ശരിക്കും വിപിന്റെ റോള്, എന്തിനാണ് വിപിനെ ആ രീതിയിൽ ഉപയോഗിച്ചത്, മറ്റൊരു വിങ്ങറിനെ, പ്രോപ്പർ വിങ്ങറിനെ ഉപയോഗിച്ചുകൂടായിരുന്നോ എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെയുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ സൂചിപ്പിച്ചതാണ്. ഒന്നാമത്തെ കാര്യം, പ്രീവിയസ് സീസൺസിൽ ഡേവിഡ് കറ്റാല 4-1-2-3 കളിക്കുന്ന സിറ്റുവേഷനിൽ ഇതുപോലെ രണ്ട് പ്ലേയേഴ്സിനെ സെൻട്രലി, ആ ഒരു സ്ട്രൈക്കറിന് പിന്നിലായിട്ട് ഇടതും വലതുമായിട്ട് രണ്ട് പ്ലേയേഴ്സിനെ പ്ലേസ് ചെയ്യാറുണ്ട്. ഈ പ്ലേയേഴ്സിനെ പൊതുവെ ഈ സെൻട്രലി പ്ലേസ് ചെയ്യുന്നത് ഓപ്പണന്റ് സെൻട്രലിലൂടെ ബിൽഡപ്പ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ മാക്സിമം വൈഡിലേക്ക് വിടുക, അല്ലെങ്കിൽ ആ ഒരു സെൻട്രലിലൂടെ ഓപ്പണന്റിന്റെ DMFനെയും അല്ലെങ്കിൽ ഓപ്പണന്റിന്റെ ഡീപ് പ്ലേയിങ് പ്ലേ മേക്കറൊക്കെ യൂസ് ചെയ്ത് സെൻട്രലിലൂടെ പന്തുമായിട്ട് മുന്നോട്ട് വരുന്ന ആ ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടാതിരിക്കാൻ സെൻറ്റർ അടയ്ക്കുക, സെൻറ്ററിൻ്റെ ആ ഒരു സെൻറ്റർ സ്പേസ് അടയ്ക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് മെയിനായിട്ട് അവിടെ കണ്ടിരുന്നത്. മറ്റൊരു കാര്യം, ഈ രണ്ട് പ്ലേയേഴ്സിനെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പ്രസ്സിങ്ങിൽ, ഫ്രണ്ട് ലൈൻ പ്രസ്സിങ്ങിൽ, ഓപ്പണന്റ് ബിൽഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോയി കഴിഞ്ഞാൽ സ്ട്രൈക്കറിനെ അവിടെ നിർത്തിക്കൊണ്ട് ഈ രണ്ട് പ്ലേയേഴ്സാണ് മുന്നോട്ട് കയറി പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ വിപിനും ദാനിഷും അത്ര വലിയ രീതിയിൽ പ്രസ് ചെയ്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു രീതിയിലാണ് പല സമയത്തും ഓഫ് ദ ബോളിൽ വിപിൻ്റെ പോഷൻ കണ്ടുള്ളത്. സോ ഇവിടെ ഇങ്ങനെ വിപിനെ ഇങ്ങനെ രണ്ടുപേരും ഉപയോഗിക്കുമ്പോൾ കറ്റാല കഴിഞ്ഞ സീസൺസിൽ ഉപയോഗിച്ചതുപോലെ 4-1-2-3 തന്നെ ഉപയോഗിച്ചാൽ പോരായിരുന്നോ, എന്തിനാണ് അവിടെ ഒരു വിങ്ങറിന്റെ ആബ്സെൻസ് കൊണ്ടുവന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യം, ഒരു പക്ഷേ ഈ ഡബിൾ പിവറ്റിനെ ഒരു സിംഗിൾ DMലേക്ക് കളിച്ച് റിസ്കിലേക്ക് പോകാതെ ലൂണയും ലെഗറ്റോറും ഈ നമ്മളാ ഒരു പല സമയത്തും ഓഫ് ദ ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഡിഫൻസിന് ഫ്രണ്ടിലായിട്ട് ഈ രണ്ട് പ്ലേയേഴ്സ് എപ്പോഴും ഉണ്ടാവും. അവർക്ക് ഫ്രണ്ടിലായിട്ടാണ് വിപിനും ദാനിഷും, പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഹേസൂസും, റൈറ്റിലാണ് നമ്മുടെ നോവ സദോ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വിങ്ങറിനെ അവിടെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സിംഗിൾ DMനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിങ്ങറിനെ അവിടെ എക്സ്ട്രാ കൊണ്ടുവരണം. സോ അതിലേക്ക് പോവാതെ ഇവിടെ വിങ്ങറായിട്ട് യൂസ് ചെയ്തത് ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള നവോച്ച സിംഗിനെയാണ്. നമ്മൾ പല സമയത്തും ബിൽഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത് കൈവശമാക്കുന്ന സിറ്റുവേഷനിൽ ഹോർമിയും മിലോസും ബികാഷും ആ ഒരു ഡിഫൻസീവ് ലൈൻ കീപ്പ് ചെയ്ത് നവോച്ചയാണ് ഒരു വിങ്ങറിന്റെ റോളിലേക്ക് പലപ്പോഴും വരുന്നത് കണ്ടത്. ആ സമയത്ത് വിപിൻ കുറച്ചുകൂടി സെൻട്രലിലേക്ക് പോകുന്നതും ഇൻസൈഡിലേക്ക് നിൽക്കുന്നതും ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ രീതിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു അറ്റാക്കിംഗ് ആൻഡ് ഡിഫൻസീവ് ഷേപ്പ് വന്നത്. ആൻഡ് ഇവിടെ ഇങ്ങനെ വിപിൻ ഉപയോഗിച്ചപ്പോൾ പ്രധാനമായിട്ടും വന്നിരുന്ന ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് ആ ഒരു വിങ്ങിൽ വരുന്ന പോക്കറ്റ്, അല്ലെങ്കിൽ ആ ഒരു വിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഹോളാണ്. ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സെൻട്രൽ സ്പേസസ് കവർ ചെയ്യുമ്പോഴും ലെഫ്റ്റ് വിങ്ങിൽ ഒരു പ്രോപ്പർ വിങ്ങർ പൊസിഷനിൽ ഇല്ലാത്തത് ആ ഒരു സൈഡിൽ ഒരു ഓപ്പണിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഗ്യാപ്പ് വലിയ രീതിയിൽ ഈസ്റ്റ് ബംഗാൾ മുതലാക്കിയില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ യൂസ്ഫുൾ ആക്കുന്ന സിറ്റുവേഷനിൽ കുറച്ച് പ്രശ്നങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ സ്ലോ ബിൽഡപ്പ്, അല്ലെങ്കിൽ പതിയെ ആ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്ന ബിൽഡപ്പ് ലെഫ്റ്റിലേക്ക് പോകുന്ന സിറ്റുവേഷൻസിലെല്ലാം പതിയെ ആ ഒരു ഷേപ്പ് ഷിഫ്റ്റ് ചെയ്ത് വിപിൻ ലെഫ്റ്റിലേക്ക് വന്ന് ലെഫ്റ്റ് കവർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നമായിട്ട് മാറുന്നത് ഒരു ക്വിക്ക് ഷിഫ്റ്റ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് ഒരു പാസ് കൊടുക്കുക, അല്ലെങ്കിൽ സെൻട്രൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബോൾ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് ആ ഒരു ഗ്യാപ്പ്, ആ ഒരു പോക്കറ്റ് കുറച്ചുകൂടി വിസിബിൾ ആവുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈസ്റ്റ് ബംഗാളിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ അൻവർ അലിക്ക് പാസ് ഉണ്ട്. അപ്പോൾ അൻവർ അലി ആ ഒരു ലെഫ്റ്റ് സൈഡിലും ഈസ്റ്റ് ബംഗാളിൻ്റെ കുറച്ചുകൂടി ലെഫ്റ്റ് ഹാഫ് സ്പേസിലാണ് അതിൻ്റെ പൊസിഷൻ ഉള്ളത്. വിപിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി സെൻട്രലിയാണ്. ആൻഡ് അവിടെ ആ ഒരു പോക്കറ്റിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ നമ്മളിപ്പോൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പോക്കറ്റിൽ ഒരു പ്ലെയർ വേക്കൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് അത് അൻവർ അലി കൃത്യമായിട്ട് കാണുന്നുണ്ട്. ആ ഒരു പ്ലെയറിലേക്ക് ഒരു പാസ് കളിക്കുന്നുണ്ട്. പക്ഷേ ആ പാസിന് ആക്യുറസി ഇല്ലാത്തതുകൊണ്ട് കൃത്യമായ രീതിയിൽ ആ ഒരു പ്ലെയറിലേക്ക് പന്ത് റീച്ച് ചെയ്യുന്നില്ല. മറ്റൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ സെയിം ആയിട്ട് ആ ഒരു പോക്കറ്റിൽ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഒരു പ്ലെയർ നിൽക്കുന്നു. വിപിൻ സെൻട്രലാണ്. അവിടെ ആ ഗെയിം കൃത്യമായ രീതിയിൽ റീഡ് ചെയ്തിട്ട് ദിമിത്രിയോസ് ഇറങ്ങി വരുന്നുണ്ട്. നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാസ് കൊടുത്തു കഴിഞ്ഞാൽ നവോച്ചയ്ക്ക് ഈ ദിമിത്രിയോസും ആ ഒരു എക്സ്ട്രാ പ്ലെയറും ഒരു 2-1 സിറ്റുവേഷൻ അവിടെ നവോച്ചയ്ക്ക് വന്നേനെ. പക്ഷേ ഇവിടെ ആ ഒരു പാസ് കളിക്കാതെ തിരിച്ചു പോകുന്നുണ്ട്. ദിമിത്രിയോസ് അവിടെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ആ ഗെയിം റീഡ് ചെയ്ത് അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ദിമിത്രിയോസ് ഇറങ്ങി വന്നത്. പക്ഷേ ഈസ്റ്റ് ബംഗാൾ ഇവിടെയും ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പോക്കറ്റ് യൂസ് ചെയ്യുന്നില്ല. ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ സിമിലർ ആയിട്ടുള്ള
സിറ്റുവേഷൻസിൽ ഈ ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്യാപ്പ്, ഈ പറഞ്ഞ പോക്കറ്റ് ആ ഒരു ഈസ്റ്റ് ബംഗാൾ യൂസ് ചെയ്യാതെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഇത് തന്നെയാണ് ഈ ഒരു മാച്ച് കണ്ടപ്പോൾ എനിക്കും വന്നിട്ടുള്ള ഒരു മെയിൻ കൺസേൺ. ഈസ്റ്റ് ബംഗാൾ അത് യൂസ് ചെയ്തില്ല, പക്ഷേ മോഹൻ ബഗാനോ മറ്റ് കുറച്ചുകൂടി ടഫായ ടീമുകൾക്ക് ഈ പറഞ്ഞ ബിൽഡപ്പിലൂടെയുള്ള ക്വിക്ക് ഷിഫ്റ്റിംഗ് വഴിയും അല്ലെങ്കിൽ ആ ഒരു വൈഡിലുള്ള പോക്കറ്റ് യൂസ് ചെയ്തുകൊണ്ടും ആ സ്പേസ്, അവിടെ വരുന്ന ഓപ്പൺ സ്പേസ് യൂസ്ഫുൾ ആക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ മാച്ച് കുറച്ചുകൂടി നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇൻ കേസ് അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൃത്യമായ രീതിയിലുള്ള ബാക്കപ്പ് പ്ലാൻ, അതും ഒരെണ്ണമല്ല മൾട്ടിപ്പിൾ ബാക്കപ്പ് പ്ലാൻസ് ഡേവിഡ് കറ്റാല സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആൻഡ് ഇവിടെ വിപിൻ്റെ ഔട്ട് ഓഫ് പൊസിഷനേക്കാൾ കൂടുതൽ നവോച്ചയുടെ ഔട്ട് ഓഫ് പൊസിഷൻ കവർ ചെയ്യുന്ന രീതിയിലാണ് ആ ബാക്കപ്പ് പ്ലാൻ വരുന്നത്. പല സമയത്തും ലെഫ്റ്റ് വിങ്ങിൽ നമുക്ക് ഓപ്പണന്റ് ബിൽഡപ്പ് ചെയ്യുമ്പോഴും ട്രാൻസിഷൻ സിറ്റുവേഷനിലും വരുന്ന ഒരു പ്ലെയർ നവോച്ചയാണ്. ആ നവോച്ചയ്ക്ക് ഇവിടെ ഒരു അഡ്വാൻസ്ഡ് റോൾ കൊടുത്തിട്ടുമുണ്ട്, വിങ്ങറായിട്ട് മുന്നോട്ട് കയറി പോകാനുള്ള റോൾ. അങ്ങനെ വരുന്ന സമയത്ത് നവോച്ച കൂടി ഔട്ട് ഓഫ് പൊസിഷൻ ആയി കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലൊരു ഗ്യാപ്പ് വരും. ആൻഡ് അങ്ങനെയുള്ള സിറ്റുവേഷനെ കവർ ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ബാക്കപ്സ് കറ്റാല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നവോച്ച അഡ്വാൻസ് ചെയ്ത് കയറി പോകുന്ന സമയത്ത് വിപിൻ അവിടെ കൃത്യമായ രീതിയിലൊരു പ്ലെയർ ആ ഒരു പോക്കറ്റിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലേക്ക് പോകുന്നത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പ്ലെയറിനൊപ്പം പോയി ഡിഫൻസീവ് ലൈനിൽ ജോയിൻ ചെയ്ത് ഒരു ലെഫ്റ്റ് ബാക്ക് പ്ലെയറിന്റെ പോസ്റ്റിലേക്ക് വിപിൻ പോകുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷനിൽ വിപിനും നവോച്ചയും ഔട്ട് ഓഫ് പൊസിഷൻ ആയിരിക്കുന്ന സിറ്റുവേഷൻ ലൂണ കൃത്യമായ രീതിയിൽ ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഒരു സമയത്ത് നവോച്ച അഡ്വാൻസ്ഡ് ആണ്, കൃത്യമായ രീതിയിൽ ഒരു പന്ത് ഓപ്പൺ ഹാഫിലേക്ക് വരുന്നു, അവിടെ ലെഫ്റ്റ് ബാക്ക് ആബ്സെന്റ് ആണ്, ലെഫ്റ്റ് ബാക്ക് വളരെ മുന്നിലാണ് നിൽക്കുന്നത്, ആ പ്ലെയർ ഇറങ്ങി വരുന്നതേ ഉള്ളൂ, നവോച്ച ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡബിൾ പിവറ്റിനെ നിലനിർത്താനുള്ള ഡേവിഡ് കറ്റാലയുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ഇവിടെ ഒരു സിംഗിൾ പിവറ്റ് ആണെങ്കിൽ അവിടെ ആ ഒരു ഒറ്റ പ്ലെയർ തന്നെ ഇതെല്ലാം മാനേജ് ചെയ്യണം. പക്ഷേ ഇവിടെ രണ്ട് പ്ലേയേഴ്സ് ലൂണയും ലഗട്ടോറും ഉള്ളതുകൊണ്ട് ഒരു പ്ലെയറിനെ ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കവർ ചെയ്യാനും മറ്റേ പ്ലെയറിനെ സെൻട്രലി പൊസിഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ദിമിത്രോസ് ആ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ആ ദിമിത്രോസിനെ മാർക്ക് ചെയ്ത് ഷാഡോ ചെയ്ത് ദിമിത്രോസിനെ ആ പന്ത് റിസീവ് ചെയ്യാൻ പറ്റാതെ വരുത്തുന്നത് ലൂണയാണ്. ലൂണ എന്ന് പറയുന്ന ഡബിൾ പിവറ്റ് കളിക്കുന്ന ആ ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണ്. ഇതേപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷനിൽ വിപിനും നവോച്ചയും മിലോസും ഒക്കെ അഡ്വാൻസ് ചെയ്ത് കയറി പോകുന്ന സമയത്തും ലൂണ ഇറങ്ങി വരുന്നുണ്ട്. സോ ഇവിടെയാണ് ഈ പറഞ്ഞ സിംഗിൾ DMF-നെ ഉപയോഗിക്കാതെ ഡബിൾ പിവറ്റിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വിങ്ങറിനെ ഉപയോഗിക്കാതിരുന്നതിൻ്റെ ഒരു കാരണമായിട്ട് തോന്നുന്നത്. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഒരു എക്സ്ട്രാ പ്ലെയറിനെ കവർ ചെയ്യാൻ ഡിഫൻസിലേക്ക് കൊണ്ടുവരാൻ ഈ ഡബിൾ പിവറ്റിനെ യൂസ് ചെയ്ത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത് ഇവിടെ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നവോച്ച പോകുമ്പോൾ വിപിനും ലൂണയും ഓൾറെഡി കവർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള മിലോസും ഈ പറഞ്ഞ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കവർ ചെയ്യുന്നത്. നവോച്ച കുറച്ചൊന്ന് അഡ്വാൻസ് ചെയ്യുമ്പോൾ തന്നെ ഈ മിലോസ് ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, എന്തുകൊണ്ട് ഹോർമിപാമിനെ ലൈനപ്പിലേക്ക് കൊണ്ടുവന്നു എന്നതിൻ്റെ ഉത്തരം കൂടിയാണ്. ഇങ്ങനെ നവോച്ച പോകുന്ന സമയത്ത് ഡിഫൻസീവ് ലൈനിൽ ഒരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലോസ് ലെഫ്റ്റിലേക്ക് പോകുന്നു. സെയിം ആയിട്ട് നമ്മൾ ഹോർമിക്ക് ഇവിടെ ഒരു അഡ്വാൻസ്ഡ് റോൾ കൊടുത്തിട്ടില്ല. പല സമയത്തും ഡിഫൻസീവ് ലൈനിൽ കീപ്പ് ചെയ്തിട്ടാണ് ഹോർമി കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമി പാം എപ്പോഴും ഡിഫൻസീവ് ലൈനിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ മിലോസ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റിൽ അവിടെ രണ്ട് സെൻറ്റർ ബാക്കിൻ്റെ സേവനം വീണ്ടും കിട്ടും. വികാശും ഹോർമിയും രണ്ടുപേരും സെൻറ്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന പ്ലേയേഴ്സാണ്. രണ്ടുപേർക്കും സെൻട്രൽ ഏരിയാസ് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും, ഹൈ ബോൾസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇന്റർസെപ്ഷൻസും ഡിഫൻസീവ് ആക്ടുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ഇതേ ഷിഫ്റ്റിംഗ്, ഈ പറഞ്ഞ ഒരു ലൈനിൽ വരുന്ന ഷിഫ്റ്റിംഗ് മറ്റൊരു സിറ്റുവേഷൻ കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് കുറച്ചുകൂടി വിപിനും ലൂണയും എന്തുകൊണ്ട് സെൻട്രൽ ഏരിയാസിൽ വന്നു എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ ലോങ് ബോളുകൾ കുറച്ചിട്ട് കുറച്ചുകൂടി ഗ്രൗണ്ട് ബോളുകളിലേക്കും അതുപോലെ തന്നെ ലൂണയ്ക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയുള്ള ഒരു റോളും കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫൻസീവ് ലൈൻ എങ്ങനെയാണോ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ടത്, സെയിം ആയിട്ട് ആ മിഡ്ഫീൽഡ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സിറ്റുവേഷൻ ലഗട്ടോറും വിപിനും മിഡ്ഫീൽഡിലേക്ക് ആ ഒരു സെൻട്രൽ ലൈനിലേക്ക് വരുന്നതും ലഗട്ടോർ റൈറ്റിലേക്ക് ഒരു ത്രൂ ബോൾ വെച്ച് റൈറ്റ് എക്സ്ട്രീംസിൽ വെച്ച് ലൂണെ കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ ഇതേ സിമിലർ ആയിട്ടുള്ള മൂവ്മെന്റ്സ് വെച്ചിട്ട് വിപിൻ ലഗട്ടോർ സെൻട്രൽ വരുമ്പോൾ ലൂണയ്ക്ക് പിന്നെയും മുന്നോട്ടും അതുപോലെ തന്നെ സൈഡിലേക്കൊക്കെ പോകാനുള്ള ഫ്രീ ആയിട്ട് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ സെക്കൻഡ് ഹാഫിൽ കിട്ടുന്നുണ്ടായിരുന്നു. സോ ഇതൊക്കെ കൊണ്ടായിരിക്കണം ഈ പറഞ്ഞ പോലെ വിപിനെയും അതുപോലെ തന്നെ ഹോർമിയെയും ലൂണയും ഒക്കെ ആ ഒരു ഫസ്റ്റ് ലെവലിൽ ഒരുമിച്ച് ഉപയോഗിക്കാനുള്ള ഒരു കാരണമായിട്ട് തോന്നുന്നത്. ആൻഡ് ഈ ഒരു മാച്ചിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. നവോച്ചക്ക് നമ്മളിങ്ങനെ ഒരു അഡ്വാൻസ് റോള് കുറച്ച് റിസ്കി ആയിട്ട് തന്നെ നവോച്ച അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അവിടെ 2 ഗോളിന് ലീഡ് നിന്ന ശേഷം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കറ്റാല നടത്തുന്നുണ്ട്, സൈഫിനെ കൊണ്ടുവരുന്നുണ്ട് നവോച്ചയെ നിലനിർത്തിക്കൊണ്ട് തന്നെ. അവിടെയാണ് നമ്മൾ ആ ഒരു മാച്ചിന് ശേഷം പറഞ്ഞതുപോലെ അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് അറ്റാക്ക് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യേണ്ട സമയത്ത് ഡിഫെൻഡ് ചെയ്യാനും കറ്റാല ശ്രമിക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നവോച്ച അവിടെ ഒരു ഔട്ട് ഓഫ് പൊസിഷനായി പോകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻസ്ഡ് റോഡ് കൊടുക്കുമ്പോഴെല്ലാം ഈ പറഞ്ഞ ഗ്യാപ്പ് അവിടെ ഉണ്ട്. അത് പല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ബാക്കപ്പ് പ്ലാനും ബ്ലാസ്റ്റേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വൺസ് നമ്മൾ ആ ഒരു ലീഡിലേക്ക് എത്തിയതിന് ശേഷം ആ ഒരു 2 ഗോൾ ലീഡിലേക്ക് എത്തിയതിന് ശേഷം ആ ഗ്യാപ്പ്, അവിടെ ഒരു ലൂപ്പ് ഹോൾ, അവിടെ ഒരു പോക്കറ്റ് ഉണ്ടായിരുന്നത് കൃത്യമായ രീതിയിൽ കറ്റാല അടയ്ക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്. 2 ഗോളിൻ്റെ സേഫ് ആയിട്ടുള്ള ഒരു നിലയിലേക്ക് എത്തിയതിന് ശേഷം നേരത്തെ പറഞ്ഞ തുറന്നിട്ടിരുന്ന ആ ഒരു വാതിൽ കൂടി കറ്റാല അടയ്ക്കുന്നുണ്ട്. പിന്നീടുള്ള സിറ്റുവേഷനിലെല്ലാം നവോച്ചയ്ക്ക് സെയിം റോൾ തന്നെയാണ്, സെയിം രീതിയിൽ അഡ്വാൻസ് ചെയ്ത് പോകാനുള്ള ഒരു റോളാണ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ ബാക്കപ്പിന് അവിടെ കൃത്യമായ രീതിയിൽ ലെഫ്റ്റ് പോസ്റ്റിൽ നിന്ന് തന്നെ കളിക്കുന്ന സൈഫ് ഉണ്ട്. ഇനി സൈഫ് മുന്നോട്ട് കയറി പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നവോച്ച ബാക്കിലുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് അറ്റാക്ക് ചെയ്തു,
ഗോൾ അടിച്ചു, 2 ഗോൾ നമുക്ക് ലീഡ് കിട്ടി. പിന്നീട് കൃത്യമായ ഇതിൽ ആ ഗ്യാപ്പ് അടച്ച് ആ ഒരു വാതിൽ അങ്ങോട്ട് അടച്ചിട്ട് കറ്റാല ഡിഫൻസ് സേവ് ആക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടായിരിക്കണം ഈസ്റ്റ് ബംഗാൾ വലിയ രീതിയിൽ നമ്മളെ പരീക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരു ഓൺ ടാർഗറ്റ് പോലും ആ ഒരു മാച്ചിൽ ഈസ്റ്റ് ബംഗാൾ എടുക്കാതിരിക്കാനുള്ള കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കോച്ച് കറ്റാല എനിക്ക് അയച്ചതൊന്നുമല്ല. ജസ്റ്റ് മാച്ച് കണ്ടപ്പോൾ എൻ്റെ മാത്രം ഒബ്സർവേഷനാണ്. ഇത് തന്നെയാണ് കോച്ച് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. എന്തായാലും എനിക്ക് മാച്ച് കണ്ടതിന് ശേഷം എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുള്ളത്. അടുത്ത മാച്ചിലേക്ക് വരുമ്പോൾ ഇതേ സെയിം സംഭവം അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഓൾറെഡി ഒരു പുതിയ കോച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റേതായുള്ള ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഓപ്പണന്റ് ടീമുകൾക്കുണ്ട്. ഈസ്റ്റ് ബംഗാളിനും പറ്റിയത് അത് തന്നെയായിരിക്കണം. ആൻഡ് ഇവിടെ സെയിം സാധനം നമ്മൾ വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ആ കഴിഞ്ഞ മാച്ച് റെഫർ ചെയ്ത് വരുന്ന കോച്ചുമാർക്ക് അല്ലെങ്കിൽ ഓൾറെഡി ലൂപ്പ് ഹോൾസ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓപ്പണന്റ് ടീംസിലെ കോച്ചുമാരും ഇതേ രീതി തന്നെ കണ്ടുപിടിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ വെറൈറ്റി സാധനങ്ങൾ ഇറക്കാൻ പറ്റുന്ന പ്ലെയർ റൊട്ടേഷനും ഫോർമേഷൻ ചേഞ്ചിങ്ങും ഗെയിം സ്റ്റൈൽ ഷിഫ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കറ്റാല മാറിക്കഴിഞ്ഞാൽ എല്ലാ മാച്ചിലും ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി, ഏത് മാച്ചിൽ ഏത് രീതിയിൽ കളിക്കുമെന്ന് പറയുന്ന ഒരു ഐഡിയ ഓപ്പണന്റിനെ കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കറ്റാലക്ക് സാധിക്കും. സോ എന്തായാലും അത് തന്നെയാണ് ഞാൻ അടുത്ത മാച്ച് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതല്ലാതെ നിങ്ങൾ ഈ മാച്ചിൽ നോട്ടീസ് ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.